എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മട്ടൻ കറിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ഈ മട്ടൻ കറിയിൽ ഞാൻ ഉരുളക്കിഴങ്ങും കൂടെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. വളരെ ടേസ്റ്റോട് കൂടെ ഉണ്ടാക്കിയെടുക്കുന്ന ഈ കറിയുടെ റെസിപ്പി നമുക്കൊന്ന് നോക്കാം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം. 1/2 കിലോ മട്ടൻ എടുത്തിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളം വാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു മീഡിയം സൈസിലുള്ള കഷ്ണങ്ങളാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. സാധാരണ കറിക്ക് എടുക്കുന്നത് പോലെയല്ല, കുറച്ച് വലുത്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള 2 മീഡിയം സൈസിലുള്ള സവാള, 12 അല്ലി വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. സവാള നമ്മൾ അരിഞ്ഞെടുത്തിട്ടില്ല, കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ളതല്ലേ, അത് വഴറ്റിയെടുക്കാനല്ല. ഇത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ പെരിഞ്ജീരകം ഒരു 3/4 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ 1 ടേബിൾ സ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ കുറച്ച് എരിവോട് കൂടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ അതിലേക്ക് പാകത്തിന് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായി അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അത് നന്നായി അരച്ചെടുത്തിട്ട് വരാം. ഇനി നമ്മൾ ഈ അരച്ചത് ഒന്ന് വഴറ്റിയെടുക്കണം കുറച്ച് നേരം. അപ്പോൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തിട്ട് പട്ട, ഗ്രാമ്പൂ, കരയാമ്പൂ ഒക്കെ കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് പെരിഞ്ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നന്നായി അരച്ചെടുത്തിട്ടുള്ള ആ മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾക്ക് ഇതിൻ്റെ പച്ചമണം മാറി കിട്ടുന്നത് വരെ ഒരു 1-2 മിനിറ്റ് ഒന്നങ്ങനെ വഴറ്റി കൊടുക്കാം. അപ്പോൾ നമുക്കിത് വേവിച്ചെടുക്കുന്ന കുക്കറിൽ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഞാൻ ഇത് അടുക്കി പിടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മട്ടൻ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഈ മട്ടൻ ചേർത്തിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കണം. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് പുളിയില്ലാത്ത തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടാണ് ഞാനിത് മിക്സ് ചെയ്യുന്നത്. ഉപ്പിടുന്നത് കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. ഇനി അരപ്പ് എടുത്ത് വെച്ച പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഒരു 2 മിനിറ്റ് മൂടി വെച്ചിട്ട് തിളച്ചാൽ മതി. തിളച്ചതിന് ശേഷം നമ്മളിത് കുക്കറിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇത് കുക്കറിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിതൊരു 4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യത്തെ ഒരു വിസിൽ വന്നതിന് ശേഷം ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആദ്യത്തെ വിസിൽ വന്നതിന് ശേഷം ബാക്കി 3 വിസിലും മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി മട്ടൻ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്കുള്ള ഉരുളൻകിഴങ്ങ് ഒന്ന് തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി എടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള കഷ്ണങ്ങളാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. വളരെ ചെറുതല്ല എന്നാൽ വലുതല്ലാത്ത തരത്തിൽ. ഇത് വലിയ ഉരുളൻകിഴങ്ങായിരുന്നു. അപ്പോൾ അതുപോലെ കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് വലുതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വിസിലൊക്കെ വന്ന് നമ്മൾക്ക് ഇനി ഇത് ഒന്ന് ഓഫാക്കിയിട്ട് റഷൊക്കെ പോയതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ മട്ടനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിലിപ്പോൾ അത്യാവശ്യം കുറുകിയ ഒരു ചാറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുളൻകിഴങ്ങ് നമ്മൾ ഇതിലിട്ടിട്ട് വേവിച്ചെടുക്കുമ്പോൾ നമ്മൾ ഒരു മൂടിയിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അത് വെന്ത് കിട്ടാനുള്ള ഒരു വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നേരിയ ചൂടോട് കൂടിയിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത് നമുക്ക് ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇട്ടതിന് ശേഷം ഇനി നമുക്ക് ഇതിനോടൊപ്പം പച്ചമുളക് ഇട്ടിട്ട് വേവിക്കണമെങ്കിൽ അത് വേവിച്ച് എടുക്കാം കേട്ടോ. പക്ഷേ ഞാൻ ഇതിലേക്ക് ഇപ്പോൾ പച്ചമുളകൊന്നും ഇട്ടിട്ടില്ല. കുരുമുളകിൻ്റെ എരിവ് തന്നെ അത്യാവശ്യത്തിനായിട്ട് ഇതിൽ നിൽക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാമെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഉരുളൻകിഴങ്ങ് വേവുമ്പോൾ വറ്റി വരുന്ന ആ തരത്തിലുള്ള വെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട, അതിലിട്ടിട്ട് വേവിച്ച് വെച്ചാൽ മതി. ഇനി ഒരു മൂടി എടുത്ത് വെച്ചിട്ട് ഞാനിതൊന്ന് മൂടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരു ഉരുളൻകിഴങ്ങ് വേവുന്ന ആ ഒരു സമയം വരേക്ക് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഉരുളൻകിഴങ്ങ് വെന്തോ എന്നുള്ളത് നോക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. പക്ഷേ ഞാനൊരു 10 മിനിറ്റോളം ഇത് ഇളക്കി കൊടുത്തിട്ടൊന്നുമില്ല. അത്യാവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തതല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഉരുളൻകിഴങ്ങൊന്ന് വെന്തോ നോക്കാം. ഇപ്പോൾ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്.
മട്ടന് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ ഗരം മസാല പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കസൂരി മേത്തിയാണ്. അപ്പോൾ അത് 1 ടീസ്പൂൺ എടുത്തിട്ട് ഒന്ന് കയ്യിലൊന്ന് ഞെരടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഈ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് മല്ലിച്ചപ്പും വേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് മൂടി വെക്കാം. അപ്പോൾ മല്ലിച്ചപ്പും വേപ്പിലയും ഇടുന്നത് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി, ഓണാക്കിയെന്ന് കരുതിയിട്ട് അങ്ങനെ ഇട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കത് സെർവ് ചെയ്യാം. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിരിക്കണം. തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഉരുളൻകിഴങ്ങൊക്കെ ചേർത്തിട്ടുള്ള ഈ ഒരു എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇനി നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.